നമസ്കാരം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഞങ്ങളുടെ ഫ്രണ്ട് സതീഷ് അഷ്ടമി യാത്ര നടത്തിയതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സതീഷിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ട്രെയിനിലാണ് ഞങ്ങൾ ഡൽഹിയിലോട്ട് പോയത്. അവിടുന്ന് ഗോണ്ടയ്ക്കും ട്രെയിനിൽ തന്നെ പോയി. ഗോണ്ട എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ബസ്സിൽ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, ബസ്സിൽ അയോധ്യയിലേക്ക് പോയി. ഏകദേശം ഒരു 3 മണിക്കൂറാണ് യാത്രാ ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു 12 കിലോമീറ്റർ മുമ്പ് വെച്ച് നല്ല തിരക്ക് കാരണം, ട്രാഫിക് ബ്ലോക്കും കാരണം പോലീസ് വണ്ടി ഇനി പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു. ബസ്സിലുള്ള എല്ലാവരും ഞങ്ങളൊപ്പം നടന്നൊരു 4 കിലോമീറ്റർ മിച്ചമുണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അവിടെ വെച്ച് വീണ്ടും ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തു. അങ്ങോട്ട് VIPസിനെ മാത്രമേ കടത്തി കൊടുത്തുള്ളൂ, നമ്മളാരും വിടത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിപ്പോകാൻ കുറച്ച് ശ്രമമൊക്കെ അവിടെ നടത്തി, പക്ഷേ നടന്നില്ല. അപ്പം അതിലൊരു പോലീസുകാരൻ പറഞ്ഞു, അവിടെ ഒരു സ്കൂളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അവിടെ പോയി വിശ്രമിക്കാം, പ്രാണപ്രതിഷ്ഠയുടെ പിറ്റേന്ന് നിങ്ങൾക്ക് കയറി ദർശനം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതും വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ കുറേ നടന്നു. പക്ഷേ ഒരുപാട് ഉൾഗ്രാമങ്ങളും ചോദിക്കാൻ അധികം ആൾക്കാരില്ലാത്തതും ഭാഷയുടെ പ്രശ്നങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ വഴി തെറ്റി എത്തിപ്പെട്ടത് ഒരു ഭജന നടക്കുന്ന സ്ഥലത്താണ്. അവിടെ എല്ലായിടത്തും ഭജനയാണ്. ഒരു ഭജന നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളിന്ന് പറഞ്ഞു, ഞങ്ങളിതുപോലെ കേരളത്തിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ അവർ ഞങ്ങളെ വിളിച്ചിരുത്തി. അവർ ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം തന്നു, 2 കമ്പിളിപ്പുതപ്പ് തന്നു. ഒരു കമ്പിളിപ്പുതപ്പിട്ട് അവിടെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏകദേശം 4 ഡിഗ്രി അതിൽ താഴെയൊക്കെ തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കമ്പിളിപ്പുതപ്പ് വന്നു. രണ്ടാമത്തെ വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു വെച്ചോളാൻ രീതിയിൽ കൈ വെച്ച് ആക്ഷൻ കാണിച്ചു. അപ്പോൾ മനസ്സിലായത് പൊക്ക തീരം വന്നടിയും. ഇപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത്. അതിന് ശേഷം അവർ തന്ന കമ്പിളിപ്പുതപ്പൊക്കെ പൊതിച്ച് അവിടെ കിടന്നുറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുമ്പോഴും അതേ ഒരു ഗാംഭീര്യത്തിൽ തന്നെ അവർ ഭജന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവർക്ക് ഊർജ്ജം വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ സംശയിച്ചു. ഞങ്ങളത് രാവിലെ അവിടെ നിന്ന് എണീറ്റിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഒരു ചായയും തന്നു. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചായയല്ല, ഉത്തരേന്ത്യക്കാരുടെ ചായ. അതാണ് ചായ. അതും കുടിച്ച് ഞങ്ങൾ വീണ്ടും, അവർ പറഞ്ഞു ഇതിലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തെത്താം, സരുവിൻ്റെ തീരത്തെത്താം, അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സരുവിൻ്റെ തീരത്ത് എത്താനുള്ള ശ്രമത്തിൽ വീണ്ടും ഞങ്ങൾ നടന്നു കുറച്ച് വയലിൽ കൂടെ കയറി. ഇവർ പറഞ്ഞു തന്ന വഴികൾ ഏകദേശം വെച്ചൊക്കെ നടന്നതാണ്. വയലിൽ കൂടെ കയറി അങ്ങനെ കുറേ നടന്നിട്ടും എങ്ങും എത്തുന്നില്ല. ആരുമില്ലാത്ത സ്ഥലങ്ങളും വയലും അങ്ങനെ ഗ്രാമവഴിയും ഒക്കെ നടന്ന് കുറച്ച് ചെന്നപ്പം ഒരു പാലം കണ്ടു. പക്ഷെ പാലത്തിന് അങ്ങോട്ട് വീണ്ടും പോലീസ് ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ പാലത്തിൻ്റെ താഴെ കൂടെ നടന്നപ്പോഴത്തേക്കിനും ഒരു സന്യാസി, എവിടുന്ന് വന്നെന്നറിയില്ല, ആ സന്യാസി വന്ന് ഞങ്ങളോട് പറഞ്ഞു എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അറിയാവുന്ന ഭാഷയിൽ പുള്ളിയും ഞങ്ങളും പറഞ്ഞു ദർശനം നടത്താൻ പോകണം, സരയുവിൻ്റെ തീരത്തെത്തണമെന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് കൽപ്പിച്ച് പുള്ളിയുടെ കൂടെ പോയി. ഞങ്ങളോടത്ത് അദ്ദേഹം ഇനിയുള്ള ക്യാഷിനാണോ എന്താണെന്നറിയില്ല, പക്ഷെ എന്തായാലും പുള്ളിയുടെ കൂടെ പോയി. പുള്ളി പറഞ്ഞു എൻ്റെ ഇവിടെ ആശ്രമത്തിൽ താമസിക്കാം, അതിനുശേഷം പ്രാണപ്രതിഷ്ഠ കഴിയുന്ന പിറ്റേ ദിവസം നിങ്ങൾക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കൂടെ പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. പുള്ളി പോകുന്ന വഴിയും ആരുമില്ല അവിടെയെങ്ങും, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വഴി, ആ സ്ഥലം കണ്ടാൽ മനസ്സിലാവും, വേറെ ഒന്നുമില്ല, വിജനമായ സ്ഥലമാണ്. ഞങ്ങളെ കൂടാതെ കുറച്ച് മധ്യപ്രദേശുകാരൂടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മധ്യപ്രദേശുകാരുടെയും അവരിലൊരാളായിട്ട് ഞങ്ങൾ കൂടി അവരെ തന്നെ ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഒരു ദിവസം താമസിച്ച്
അവർ കിടക്കാൻ സ്ഥലവും പുതയ്ക്കാൻ പുതപ്പൊക്കെ അവരിൽ നിന്ന്. അങ്ങനെ അവരുടെ കൂടെ ഒരു ദിവസം കൂടി. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന് തൊട്ടടുത്ത ഒരു ഗ്രാമമുണ്ട്, ചെറിയ ഗ്രാമം. അവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു. ഏത് വീട്ടിൽ കയറി എപ്പോൾ വേണേൽ ചാർജ് ചെയ്യാനൊന്നും ആർക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഈ കാണുന്നത് അവിടുത്തെ ഗ്രാമക്കാഴ്ചകളും അവിടുത്തെ ഈ കരിമ്പ് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര രസമായൊരു അന്തരീക്ഷമായിരുന്നു അത്. പ്രാണപ്രതിഷ്ഠയുടെ അന്ന് നിങ്ങളെല്ലാവരും ടി വിയിലൂടെ പുഷ്പവൃഷ്ടിയെ കണ്ടപ്പോൾ ഞങ്ങൾ സരയൂ തീരത്ത് നിന്ന് ഇങ്ങനെയാണ് കണ്ടത്. जय श्री राम, अयोध्या पति राम लला सरकार की അയോധ്യ 6 ഡിഗ്രി തണുപ്പിൽ മൃഗങ്ങളൊക്കെ അത് എല്ലാം ചേർന്നിരുന്ന് ചൂടിൽ നിൽക്കുകയാണ്. അയോധ്യ സരയൂ ബ്രിഡ്ജ് കടന്ന് രാമക്ഷേത്രത്തിലോട്ട് പോവാണ്. ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല, നല്ല തണുപ്പ്. जय जय राम, श्री राम जय जय श्री राम, जय श्री राम, जय श्री राम. निकल के मंदिर के सामने से मंदिर की घंटी जय श्री राम. देखो देखो देखो, जय श्री राम. ये भैया मेरा मेरा चलते रहिए, बीच में ना रखिए, चलते रहिए. ശ്രീരാമൻ്റെ നടയിലെത്തിക്കുന്നു. പുഷ്പാലങ്കാരത്തിൽ മൂടി ശ്രീരാമൻ ശ്രീരാമൻ അധികം. അതെ, ഇവിടെ രണ്ടാൾ സെൽഫി എടുക്കണ്ട, മറ്റേ ഫോട്ടോ. ഇനി നിങ്ങളെല്ലാവരും പോയാലും ഇതുപോലെ ഫോണിൽ റെക്കോർഡ് ചെയ്യാമെന്നോ വീഡിയോ എടുക്കാമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യത്തെ ദിവസം പ്രാണപ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം പോയപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനും ഫോൺ അകത്ത് കയറ്റാനും സാധിച്ചത്. അന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുകൊണ്ട് എനിക്ക് നിങ്ങളത് കാണിക്കാൻ സാധിച്ചു. ഞാൻ അതിന് ശേഷം പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ കയറി തൊഴുതായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ വാച്ച് ഉൾപ്പെടെ എല്ലാം അവർ മേടിച്ച് വെച്ചായിരുന്നു, ഒരു സാധനം അകത്ത് കയറ്റിയില്ല. ആ പ്രാണപ്രതിഷ്ഠയുടെ പിറ്റേ ദിവസം മാത്രമാണ് എനിക്ക് ഈ ഫോൺ അകത്ത് കയറ്റാനും ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനും സാധിച്ചത്.